അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു വീട്ടിൽ അമ്മായിമ്മ മരുമകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങളും അത് പരിഹരിക്കാൻ ആവശ്യമായ ചില മാർഗങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി പ്രധാനമായും മരുമകളുടെ ഭാഗത്ത് നിന്ന് അമ്മായിമ്മയോടുണ്ടാവേണ്ട ചില പെരുമാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി മരുമകൾ അമ്മായിമ്മയോട് ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് തന്നെ വിളിക്കണം. നേരത്തെ മറ്റെന്തൊക്കെ പല കാര്യങ്ങളും വിളിച്ച് ശീലിച്ചു പോയതാണെങ്കിലും അടുത്ത ദിവസം മുതൽ ഉമ്മ എന്ന ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹത്തോടു കൂടെയുള്ള ആ ഒരു വിളി തന്നെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മയോട് എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി ഈ സഹോദരിക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ആ ഉമ്മ ഘട്ടം ഘട്ടമായിട്ട് സഹോദരിയോട് മരുമകളോട് സ്നേഹം കാണിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്ന സമയത്ത് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് വീട്ടിൽ അരി ഇടുന്ന സമയത്ത് എത്ര അരിയാണ് ഉമ്മ ഇടേണ്ടത്, ഉമ്മ പറയും ഒരു 3 നാഴിക അല്ലെങ്കിൽ ഒരു ഒന്നര നാഴിക അരി ഇട്ടോ എന്ന് പറയും. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഉമ്മയോട് കൂടെ ചോദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അഥവാ ആ അരി എങ്ങാനും തികയാതെ വന്നാൽ ഉമ്മ ആരെയും കുറ്റപ്പെടുത്തൂല. ഉമ്മായോട് ചോദിക്കാതെയാണ് മരുമകൾ അരിയിട്ടത്, അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ആ അരി ചോറ് തികയാതെയും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഉമ്മ ഒരുപക്ഷെ പറയും, സാധാരണ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവാറുണ്ട്, ഇന്നിപ്പോൾ എന്താണ് ഇങ്ങനെ എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പോൾ ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഉമ്മാനോട് ചോദിച്ച് ഉമ്മാൻ്റെ സമ്മതത്തോടു കൂടെ ചെയ്യുക. എന്നിട്ട് ചോറ് തികയാതെ വന്നു കഴിഞ്ഞാലും ഉമ്മ ഒരു പരാതിയും പറയൂല. കാരണം ആ ഉമ്മായുടെ കൂടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് നടന്നിരിക്കുന്നത്. അതിൽ ഉമ്മാക്ക് കൂടെ പങ്കുള്ളത് കൊണ്ട് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഭർത്താവ് സമ്മതം കൊടുത്താലും ഈ ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്ന് മെല്ലെ ചോദിക്കണം, ഉമ്മ ഇക്ക വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാൻ്റെ സമ്മതം കൂടെ വേണം, ഉമ്മ സമ്മതിച്ചാൽ ഞാൻ വീട്ടിൽ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാൻ്റെ കാല് പതുക്കെ എടുത്ത് തടവി കൊടുത്തുകൊണ്ട്, കൈ പിടിച്ച് തടവി കൊടുത്തുകൊണ്ട്, തലയിൽ സന്തോഷത്തോട് കൈ വെച്ച് കൊടുത്തുകൊണ്ട് സ്നേഹത്തോടു കൂടെ ഉമ്മാനോട് ചോദിച്ചാൽ ഏത് ഉമ്മയും സമ്മതിക്കും. കാരണം ആ ഉമ്മ അർഹിക്കുന്ന ഒരു സ്ഥാനം ആ ഉമ്മാക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയാൽ ഭർത്താവിൻ്റെ ഉമ്മ ഗുളിക കഴിക്കുന്ന, മെഡിസിൻ എടുക്കുന്ന, അസുഖമൊക്കെ ഉള്ള ആളാണെങ്കിൽ സാധാരണ രീതിയിൽ ഈ ഭാര്യയാണ് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നതെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത തവണ മരുന്ന് കഴിക്കുന്നതിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സഹോദരി ഭർത്താവിൻ്റെ ഉമ്മാക്ക് വിളിക്കുക. എന്നിട്ട് ചോദിക്കുക, ഉമ്മ മരുന്ന് കുടിക്കേണ്ട സമയമാണ്, മരുന്ന് കുടിച്ചോ, ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഉമ്മ ഒന്നും മറക്കരുത്, ഭക്ഷണം ശരിക്കും കഴിക്കണം, ഉമ്മാൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവിൻ്റെ ഉമ്മ വീട്ടിലുള്ളവരോട് പറയും, അവൾ എൻ്റെ സ്വന്തം മകളാണ്, എൻ്റെ ഗർഭത്തിൽ അവൾ പ്രസവിക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അവൾ എൻ്റെ സ്വന്തം മകളെ പോലെയാണ്. അങ്ങനെയുള്ള സ്നേഹമാണ് അവൾ എന്നോട് കാണിക്കുന്നത് എന്ന രീതിയിൽ ആ അമ്മായിമ്മ ഭർത്താവിൻ്റെ ഉമ്മ പെരുമാറാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള എല്ലാ സ്വാധീനങ്ങളും ഭർത്താവിൻ്റെ ഉമ്മായിൽ നിന്നുള്ള എല്ലാ സ്നേഹങ്ങളും വകവെച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊന്നും ആവശ്യപ്പെടാതെ, ചായ വേണം തോന്നുന്ന സമയത്ത് പറയാൻ കാത്തു നിൽക്കാതെ, അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് അല്പം വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പറയാൻ കാത്തു നിൽക്കാതെ, എല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് പാറ്റേണൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ ഭാര്യയ്ക്ക് വളർന്നു വരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ആ ഭർത്താവിൻ്റെ ആ ഉമ്മ വളരെ സ്നേഹത്തോടുകൂടി ഇവളെയും സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും ആ വീട്ടിൽ ഇവർ തമ്മിലുള്ള ഒരു ഉണ്ടാവാതിരിക്കുകയും പല കുടുംബങ്ങളിലും ഉള്ളതുപോലെയുള്ള ഇൻലോ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് സ്പീച്ച് TV. അസ്സലാമു അലൈക്കും.